സിമ്പിളായി വെറും 2 മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതേപോലെ ഒരു ടീ ടേബിൾ മാറ്റ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ളത് വുഡൻ ബീഡ്സ് ആണ്. പിന്നെ ഇതേപോലെ കനം കുറഞ്ഞ കമ്പിയോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള നൂലെടുക്കാം. എന്നിട്ട് അതിലോട്ട് 3 വുഡൻ ബീഡ്സ് ആദ്യം ഇട്ട് കൊടുത്ത് സെൻറ്ററിലോട്ടായിട്ട് വെക്കുകയാണ്. ഇത് സെൻറ്ററിലോട്ടായിട്ട് വെച്ചതുകൊണ്ട് തന്നെ 2 അറ്റം നമുക്കുണ്ടാവും. 2 നൂലിൻ്റെയോ കമ്പിയുടെ അറ്റം ഉണ്ടാവും. അതിൻ്റെ 2 അറ്റത്തോട്ടും ഒരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഒരിക്കലും നേരെയായിട്ട് ഇടരുത്, ഇതേപോലെ ക്രോസ് ചെയ്തിട്ട് ഇടണം. അങ്ങനെ ക്രോസ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ കിട്ടും. ഈ 4 ബീഡ്സിന് ഒരു ഡയമണ്ട് ഷേപ്പായിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്ത് പോകുന്നത്. ഇപ്പം നമുക്ക് ഒരു ഡയമണ്ട് ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. 2 കമ്പിയുടെ അറ്റത്ത് ഓരോ ബീഡ്സ് വെച്ച് ഇട്ട് കൊടുത്ത് നേരത്തെ പോലെ തന്നെ ഒരു ബീഡ് 2 കമ്പിയും വെച്ച് ക്രോസ് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു രണ്ടാമത്തെ ഡയമണ്ട് ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഇതിന് 2 ഡയമണ്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഞാൻ 3 ഡയമണ്ട് ഷേപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര ഡയമണ്ട് ഷേപ്പ് എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ടേബിൾ മാറ്റിന് ലെങ്ത്ത് ഉണ്ടാവും. ഇപ്പം ഞാൻ ടീ ടേബിൾ മാറ്റ് നമുക്ക് ടീ കപ്പ് മാത്രം വെക്കാനായിട്ടായതുകൊണ്ട് നമ്മൾ 3 ഡയമണ്ട് ഷേപ്പാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഡയമണ്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള ബീഡിലോട്ട് അതിലോട്ട് ഈ ഈര അല്ലെങ്കിൽ കമ്പി ഏതാണോ എടുത്തിരിക്കുന്നത് അത് കോർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ലെഫ്റ്റിലോട്ടാണ് എല്ലാം കോർത്ത് കൊടുക്കുന്നത്. ഈ ലെഫ്റ്റിൻ്റെ അറ്റത്തേക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ 2 കമ്പിയുടെ അറ്റവും ഈ ലെഫ്റ്റ് ബീഡിലോട്ട് വരുന്ന രീതിയിൽ ഒരെണ്ണം സർക്കിൾ രീതിയിലും ഹാഫ് സർക്കിൾ രീതിയിലും ഒരെണ്ണം അപ്പുറത്തേക്ക് ജസ്റ്റ് ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ഇതേപോലെ ക്രോസ് ചെയ്ത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. മറ്റേത് ജസ്റ്റ് മീൻസ് ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പം ടോപ്പ് ഭാഗം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡായി. ഇത്ര നേരം നമുക്ക് വേറെ സൈഡായിരുന്നല്ലോ. ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ 2 കമ്പിയുടെയും അറ്റത്ത് ഓരോ കമ്പിയുടെയും ഇങ്ങനെ ഓരോ ബോൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒരു ബീഡ് എടുത്തിട്ട് 2 കമ്പിയും ക്രോസ് ചെയ്ത് ആ ബീഡിലോട്ട് ഇട്ട് കൊടുത്ത് വലിക്കുകയാണ്. ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് 2 ഡയമണ്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ള ടീ ടേബിൾ മാറ്റാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 3 ഡയമണ്ട് ഷേപ്പ് അടിയിലും 3 ഡയമണ്ട് ഷേപ്പ് ഇപ്പം മുകളിലോട്ടായിട്ട് വേണം. ഇപ്പോൾ 2 ആയിട്ടുള്ളൂ. അപ്പം വീണ്ടും കമ്പി എടുത്തിട്ട് 2 അറ്റത്തും ഓരോ ബീഡ് വെച്ചിട്ട് ഇട്ട് കൊടുത്ത് അത് അടിയിലോട്ട് വലിച്ചതിന് ശേഷം പിന്നെ നേരത്തെ പോലെ തന്നെ ഒരു ബീഡ് എടുത്ത് അത് ക്രോസ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കുകയാണ്. ഇപ്പം 3 ഡയമണ്ട് ഷേപ്പ് ഒരു എൽ ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്. ഒരു 3 ഡയമണ്ട് ഷേപ്പ് താഴത്തോട്ടും ഒരു 3 ഡയമണ്ട് ഷേപ്പ് മുകളിലോട്ടും. ഇനി വീണ്ടും നമ്മൾ ലാസ്റ്റ് ഡയമണ്ട് ഷേപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കമ്പി കോർത്ത് കൊടുക്കുകയാണ്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരെണ്ണം ജസ്റ്റ് സൈഡിലോട്ട് കോർത്ത് കൊടുത്തും മറ്റേ കമ്പി ഹാഫ് സർക്കിളോ മറ്റുള്ള 2 ബീഡിലൂടെ കണക്ട് ചെയ്ത് ഈ ഒരു ബീഡിലോട്ട് എത്തിക്കുകയാണ്. ഇതേപോലെ നമ്മൾ ഈ ബീഡിലോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എത്തിച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബീഡ് ടോപ്പ് വശമായിട്ട് പോകും. പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ കമ്പിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ലൂസായി വന്നാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കാരണം ഈ 2 കമ്പിയും ടോപ്പിൻ്റെ അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡാണല്ലോ എടുത്തിരിക്കുന്നത്. അത് ടോപ്പ് വശത്തോട്ട് എത്തിക്കഴിയുമ്പം 2 കമ്പി ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലൂസായിട്ട് സൈഡിലൊക്കെ നിന്നതാണെങ്കിലും അത് ഓക്കെ ആയിക്കോളും. ഇപ്പം നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡ് മാറി ടോപ്പ് വശം മാറി. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ഡയമണ്ട് ഷേപ്പാണുള്ളത്. ഇത് എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഡയമണ്ട് ഷേപ്പ് ആക്കണം. അപ്പോൾ അതിനു വേണ്ടി 2 കമ്പിയുടെ അറ്റത്ത് ഓരോ വുഡും കോർത്ത് കൊടുത്തിട്ട് ഒരു വുഡൻ ബീഡ് എടുത്തിട്ട് 2 കമ്പിയും ക്രോസ് ചെയ്ത് കൊടുത്ത് വലിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 2 ഡയമണ്ട് ഷേപ്പായി. ഒരെണ്ണം കൂടിയും വേണമല്ലോ. നമുക്ക് 3 വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടിയും വേണം. അപ്പോൾ അതിനായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2 കമ്പിയിലും ഓരോ ബീഡ് വെച്ച് കോർത്ത് കൊടുത്ത് പിന്നെ ഒരു ബീഡ് എടുത്തിട്ട് 2 കമ്പിയുടെ അറ്റം ക്രോസ് ചെയ്ത് കോർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു യു ഷേപ്പായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിഡിലായിട്ട് 2 ബീഡും കൂടി വെച്ച് കൊടുത്താൽ മതി. അതായത് ഒരു ഡയമണ്ട് ഷേപ്പ് മുകളിലും ഒരു ഡയമണ്ട് ഷേപ്പ് താഴെ ഇതിലുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ ഈര അല്ലെങ്കിൽ കമ്പി ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിൽ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താലും മതി. അപ്പം നമുക്ക് ടോപ്പ് സൈഡ് എഗെയിൻ ലെഫ്റ്റ് സൈഡ് ആയിട്ടുണ്ട്. ഇനി 2 കമ്പിയുടെ അറ്റത്ത് ഇതിപ്പം നമ്മൾ ഫിനിഷ് ചെയ്യാറായല്ലോ. അപ്പം 2 കമ്പിയുടെ അറ്റത്ത് ഓരോ ബീഡ് വെച്ചിട്ട് അതായത് ലെഫ്റ്റ് സൈഡ് കമ്പിയിൽ ഒരെണ്ണം റൈറ്റ് സൈഡ് കമ്പിയിൽ ഒരെണ്ണം വെച്ചിട്ട് കോർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ സാധാരണ ക്രോസ് ചെയ്ത് വെക്കില്ലേ, ആ ക്രോസ് ചെയ്ത് വെക്കുന്നതിന് പകരം മുകളിലുള്ള ഡയമണ്ട് ഷേപ്പിൽ കണ്ടോ
അതിൻ്റെ താഴത്തോട്ടായിട്ട് ഈ ഒരു ബീഡിലോട്ടായിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ക്രോസ് ചെയ്ത് ബീഡ് വയ്ക്കുമല്ലോ, അതിന് പകരം ഇതിലോട്ട് ക്രോസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കണ്ടോ, കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷെ നടുവിൽ അത് ലൂസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ലെഫ്റ്റ് സൈഡാണല്ലോ തുടക്കം തൊട്ട് എടുക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ഈ കമ്പി രണ്ടും ലെഫ്റ്റ് സൈഡിൽ എന്നിട്ട് ടോപ്പിൽ വരുന്ന പോലെ 2 കമ്പിയും ഇതേപോലെ ഒരെണ്ണം സെമി സർക്കിൾ രീതിയിലും ഒരെണ്ണം സൈഡിൽ നിന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യുന്ന രീതിയിലും വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ അറിയാം, ഈ മിഡിൽ പോർഷൻ മാത്രം ലൂസായിരിക്കണുണ്ടല്ലോ. അപ്പോൾ അതിലോട്ട് ആ ലൂസായത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ 2 സൈഡും, അതായത് 2 സൈഡിലുള്ള കമ്പിയുടെ അടുത്തുള്ള വുഡ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഒരു സർക്കിൾ രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊരു എൻഡിലോട്ട് എത്തിക്കഴിയുമ്പോൾ, അതായത് രണ്ട് കമ്പിയും ഒരു പോയിന്റിലോട്ട് എത്തിക്കഴിയുമ്പോൾ, അതേപോലെ എത്തിക്കഴിയുമ്പം അവിടെ വെച്ച് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ്. കെട്ടിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഈര അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന കമ്പി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വലിച്ചിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാനായിട്ട്. ഒരിക്കലും ലൂസായിട്ടുള്ള രീതിയിൽ കെട്ടിടാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഗ്യാപ്പൊക്കെ വന്ന് ഇത്തിരി വൃത്തികേട് പോലെ ആവും. നല്ല രീതിയിൽ ടൈറ്റ് ആണെങ്കിലും നമ്മളൊന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഷേപ്പിൽ ഇരുന്നോളും. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ടൈറ്റ് ആയതിനു ശേഷം വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഈര അല്ലെങ്കിൽ കമ്പി വെട്ടിക്കളയാണ്. ഇപ്പോൾ കറക്റ്റ് ആ ടേബിൾ മാറ്റ് ഫോമിലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഈ ടേബിൾ മാറ്റ് ഉണ്ടാക്കാം. ആ ഒരു ഡയമണ്ട് ഷേപ്പ് കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് പോയാൽ മതി. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്